സുഹൃത്തുക്കളെ, ഒന്നുമില്ലാത്തിടത്ത് നിന്ന് തുടങ്ങി ഉയർന്ന സാമ്രാജ്യം കെട്ടിപ്പടുത്ത ഒരു കഥ നിങ്ങൾക്കറിയുമോ? ഒരിക്കൽ ലോകത്തിലെ ഏറ്റവും വലിയ കാർ ബ്രാൻഡുകളിലാകുമെന്ന് ആരും കരുതാത്ത ഒരു ചെറിയ കമ്പനി ഉണ്ടായിരുന്നു. എന്നാൽ അവരുടെ കയ്യിൽ വലിയ ഫാക്ടറികളില്ല, ലോക പ്രശസ്ത കാറുകളില്ല. പക്ഷേ ഒരു സ്വപ്നമുണ്ടായിരുന്നു. ലോകം തിരിഞ്ഞു നോക്കുന്ന ഒരു കാർ നിർമ്മിക്കണം. വർഷം 1916 ജർമ്മനിയിൽ ആരംഭിച്ച ഈ കമ്പനിയുടെ തുടക്കം പോലും കാറിൽ നിന്നായിരുന്നില്ല. നീലാകാശത്ത് നിന്ന് റോഡുകളിലേക്ക് ഇറങ്ങി ആളുകളുടെ മനസ്സിൽ ഇടം തീർത്ത ആ കമ്പനി, അതെ, ഉദ്ദേശിച്ചത് മറ്റൊന്നുമല്ല, വിമാനങ്ങളുടെ എഞ്ചിനായിരുന്നു അവർ നിർമ്മിച്ചിരുന്നത്. പക്ഷേ കാലം മാറി. യുദ്ധം കഴിഞ്ഞപ്പോൾ ആ കമ്പനി വലിയ പ്രതിസന്ധിയിലായി. വിമാന എഞ്ചിൻ നിർമ്മാണം നിർത്തേണ്ടി വന്നു. അങ്ങനെ കമ്പനി തകർച്ചയുടെ വക്കിലെത്തി. പക്ഷേ അവർ കീഴടങ്ങിയില്ല. മോട്ടോർ സൈക്കിൾ എഞ്ചിനുകളിലേക്ക് തിരിഞ്ഞു. പിന്നീട് കാറുകളുടെ ലോകത്തേക്ക് കടന്നു. അവിടെ നിന്നാണ് യഥാർത്ഥ മാറ്റം തുടങ്ങുന്നത്. കമ്പനി തീരുമാനിച്ചു, കാർ ഉണ്ടാക്കുക മാത്രമല്ല, ഓടിക്കുന്നവന് അതൊരു അനുഭവമാക്കണം. ശക്തമായ എഞ്ചിനുകൾ, മനോഹരമായ ഡിസൈൻ, ഡ്രൈവിംഗിന്റെ ആവേശം, അത് ജനമനസ്സിൽ ഉളവാക്കണം. പതിയെ ആ കമ്പനിയുടെ പേര് ലോകം മുഴുവൻ തിരിച്ചറിഞ്ഞു. ഒരിക്കൽ തകർച്ചയുടെ വക്കിലായിരുന്ന കമ്പനി പിന്നീട് ലക്സറിയുടെയും പെർഫോമൻസിന്റെയും പ്രതീകമായി. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വരുന്നത് മറ്റാരെയുമല്ല, ഒന്നുമില്ലാത്തിടത്ത് നിന്ന് തുടങ്ങി ലോകം സ്വന്തമാക്കിയ ആ പേര് BMW. അതെ, നീണ്ടു നിൽക്കുന്ന റേസിംഗ് ട്രാക്കുകളിലും ഓരോ വീടിന്റെ മുറ്റത്തും മോഡിഫിക്കേഷൻ നെഞ്ചിലേറ്റ് നടക്കുന്നവരുടെ നെഞ്ചത്തുമാണ് ഇപ്പോൾ അവൻ കഴിയുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോക്കൊന്ന് ലൈക്ക് അടിക്കുക. ഇതുപോലുള്ള നല്ല വീഡിയോകൾക്കായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.